കോയമ്പത്തൂർ പാലക്കാട് ദേശീയപാതയിൽ മടുക്കരയ്ക്ക് സമീപമുള്ള മരപ്പാലം പ്രദേശം കടന്നുപോകുമ്പോൾ ദൂരെയായി തനിച്ചായി ഉയർന്നു നിൽക്കുന്ന ഒരു മല നിങ്ങളുടെ കണ്ണിൽപ്പെടും. ഇതാണ് ധർമ്മലിംഗമല. പടിഞ്ഞാറൻഘട്ടത്തിന്റെ വലിയ മലനിരകളിൽ നിന്നും വേറിട്ടു ഒരുതരം ഏകാന്ത സൗന്ദര്യത്തോടെ നിലകൊള്ളുന്ന ഈ മലയുടെ മുകളിലാണ് ശ്രീ ധർമ്മലിംഗേശ്വര ക്ഷേത്രം. മലയുടെ താഴ്വരകളിൽ നിന്നും കാണുമ്പോൾ തന്നെ അവിടെ കയറി ചെന്നാൽ ലഭിക്കാവുന്ന മനോഹര കാഴ്ചകളും അതിന്റെ ശാന്തതയും മനസ്സിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കും. ക്ഷേത്രത്തിൽ എത്താൻ ഏകദേശം 1000 പടികൾ കയറണം. ഈ പടികൾ കാടിനുള്ളിലൂടെ ചെറുതായി വളഞ്ഞുമാറിയും കയറും. യാത്രയുടെ തുടക്കത്തിൽ തന്നെ കാറ്റിന്റെ കുളിർക്കാറ്റും പക്ഷികളുടെ മധുരഗാനവും നിങ്ങളെ വരവേൽക്കും. ചില ഇടങ്ങളിൽ മരങ്ങൾ ഇടിവെട്ടുണ്ടാക്കിയ തുറസ്സുകളിൽ നിന്നും താഴെയുള്ള വയലുകളും വീടുകളും ദൂരെയായി കാണാം. വഴിയിലുടനീളം കുടിവെള്ള സൗകര്യവും രാത്രി വരെ സുരക്ഷിതമായി പോകാനാകുന്ന ലൈറ്റിംഗും ഒരുക്കിയിട്ടുണ്ട്. പടികൾ ഒട്ടുമിക്ക ആളുകൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്. അതുകൊണ്ട് പതുക്കെ നടക്കുമ്പോൾ പോലും യാത്ര മനോഹരമായി തോന്നും. മലയിലെ മുകളിൽ എത്തുമ്പോൾ ചുറ്റും വിരിഞ്ഞിരിക്കുന്ന പച്ചക്കാടുകളും താഴെയുള്ള ഗ്രാമങ്ങളും ചേർന്നൊരു അത്യന്തം മനോഹരമായ കാഴ്ച ലഭിക്കും. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം ലളിതമായെങ്കിലും പരിസരം വളരെ ശുചിത്വത്തോടെയാണ് പരിപാലിച്ചിരിക്കുന്നത്. അകത്ത് പ്രവേശിച്ചാൽ പ്രകൃതിദത്തമായി പാറയിൽ നിന്നു തന്നെ രൂപം കൊണ്ട സ്വയംഭൂ ശിവലിംഗം ദർശിക്കാം. ഇതാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളുടെ പ്രധാന ആകർഷണം. ക്ഷേത്ര പരിസരത്തിൽ ചില പ്രത്യേകതകളുമുണ്ട്. നവഗ്രഹ മണ്ഡപത്തിന് സമീപം ഒരു പഴക്കം ചെന്ന മാവിൻമരമുണ്ട്. വിശ്വാസമനുസരിച്ച് ഈ മരം 3 വ്യത്യസ്ത രുചിയിലുള്ള മാങ്ങകൾ കായ്ക്കും. ഒരേ മാവിൽ നിന്നും 3 ഭിന്നരുചി. വിനായ സന്നിധിക്ക് പിന്നിൽ ഒരു വലിയ പൂമ്പാറ്റയ്ക്കുള്ളിൽ ഒരു പാമ്പ് താമസിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങൾക്കു മുൻപ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം ഇന്നും പ്രദേശവാസികൾ നിലനിർത്തുന്നുണ്ട്. ഈ മലയുടെ പേരിനും ഒരു കഥയുണ്ട്. മഹാഭാരതകാലത്ത് പാണ്ഡവന്മാരിൽ മൂത്തവനായ ധർമ്മൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ഈ മലയിലെത്തി ശിവനെ ആരാധിച്ചു. അദ്ദേഹത്തിന്റെ പൂജയ്ക്കിടയിൽ സഹോദരനായ ഭീമൻ മലയുടെ കാവലായി നിന്നു. ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് മലയും ക്ഷേത്രവും ധർമ്മലിംഗേശ്വരർ എന്നു അറിയപ്പെടാൻ തുടങ്ങിയത്. ചില പ്രത്യേക ദിവസങ്ങളിൽ ഭക്തർ ഇവിടെ ഗിരിവലം നടത്താറുണ്ട്. മല ചുറ്റി നടക്കുന്ന ഈ പ്രദക്ഷിണം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആരംഭിച്ച് വൈകിട്ട് 6:30 അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് അവസാനിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഗിരിവലം പാതയിൽ കുടിവെള്ള വിതരണം ഒരുക്കിയിട്ടുണ്ടാകും. സന്ദർശകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിൽ ലുങ്കി ധരിച്ച് പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. മലയുടെ മുകളിൽ വനവകുപ്പ് 6 മണിക്ക് ശേഷം താമസിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം പുലികളും കാടുപന്നികളും പോലുള്ള വന്യജീവികൾ രാത്രിയിൽ സഞ്ചരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ചൂടുകാലത്ത്, പ്രത്യേകിച്ച് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇവിടെ കാലാവസ്ഥ വളരെ ചൂടും ഉണങ്ങലുമാണ്. അതിനാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സന്ദർശിക്കുക മികച്ചതാണ്. മലയിറങ്ങുമ്പോൾ യാത്രയുടെ എല്ലാ അനുഭവങ്ങളും കാഴ്ചകൾ, പ്രകൃതിയുടെ ശാന്തത, ചരിത്രത്തിന്റെ സ്പർശം മനസ്സിൽ നിലനിൽക്കും. ഒരിക്കൽ സന്ദർശിച്ചാൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നൊരു അനുഭവമായി ഇത് ഓർമ്മിക്കപ്പെടും.